ഹലോ, എങ്ങോട്ടാ ഇങ്ങനെ നടന്ന്? കോളേജിലേക്ക്. എന്നാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. പറയുന്നത് കേക്ക്, കേറാൻ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഒപ്പം നടക്കണ്ട, പോയിക്കോളൂ. ഇങ്ങനെ ആട്ടിപ്പായിക്കാൻ ഞാൻ എന്താ ചെയ്തേ? വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പാടില്ല, കോളേജ് വന്ന് കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് അത്രേ പറ്റൂ. ശ്രുതി, എന്താ വേണ്ടത്? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ചല്ല, വരൂ. ഇപ്പൊ തന്നെ വേണ്ടതിലധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീട്ടിൽ. ഇതുകൂടി അറിഞ്ഞാൽ. എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. വെറുതെ വിടില്ല. ആ പേടി എനിക്കില്ല. എനിക്കുണ്ട്. അപ്പൊ എന്താ നിന്റെ ഭാവം? ബി പ്രാക്ടിക്കൽ. എന്റെ ഹൗസ് ഏജൻസി കഴിയട്ടെ, ഒരു ജോലി കിട്ടട്ടെ. അതുവരെ നിന്റെ പിന്നാലെ വാലാട്ടി നടക്കാൻ എന്നെ കെട്ടില്ല. മനുഷ്യനെ ചുറ്റിക്കുന്നതിന് ഒരു അതിരുണ്ട്. നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലെന്ന് കരുതണ്ട. നാട്ടിൽ വേറെ ആണുങ്ങളും കാണും. കാണും. നാണവും മാനവും ഇല്ലാത്ത നിന്റെ തന്തേ പോലെ ചിലർ. എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് മിസ്റ്റർ? സെൽഫ് റെസ്പെക്ടോടെ മാനമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു SI ആണ് ഞാൻ. കാക്കി ഉടുപ്പിട്ട് ചുമ്മാ നടക്കുന്നല്ലാതെ ഇന്നേവരെ നിങ്ങൾ ഒരു കള്ളനെങ്കിലും പിടിച്ചിട്ടുണ്ടോ സർ? ഒരു സെൻസേഷണൽ കേസെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയാൽ അന്ന് എന്റെ അച്ഛനോട് ഞാൻ പറയും, അച്ഛാ, ഇയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഈ വീരശൂര പരാക്രമിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഓക്കേ, I'll show you what I am. ഹലോ, നന്ദേട്ടാ, പ്ലീസ് ഫോർ എ ടൈം ബി നമ്മൾ അകന്ന് നിൽക്കണം. മോൻ ക്ഷീണിച്ചോ? ഭക്ഷണം നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം. അല്ലേ മോനെ? പപ്പ ഉണ്ടാക്കാറില്ല, ടൊമാറ്റോ കറിയും ചോറും മതി. ടൊമാറ്റോ കറിയോ? ഓ, അന്ന് പപ്പ എക്സ്പെരിമെന്റ് നടത്തിയ കറി. അത് വേണ്ട പോനെ. ഇനി ഉണ്ടാക്കുമ്പോ ചിലപ്പോ അന്നത്തെ രുചി കിട്ടിയെന്ന് വരില്ല. ഉള്ള രുചി മതി. മതിയോ? പപ്പ ഒരു കാര്യം കാണിച്ചുതരാം. ഇത് കണ്ടോ, പപ്പയുടെ ധീരതയ്ക്ക് കിട്ടിയ മെഡല്. പപ്പ എത്ര കള്ളന്മാരെ കൊന്നു? കൊന്നില്ല, പിടിച്ചു. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു പപ്പ ഒത്തിരി കള്ളന്മാരെ കൊന്നതുകൊണ്ടാ ഈ മെഡൽ കിട്ടിയെന്ന്. അതെ, അതും ശരിയാണ്. മോനിക്കൊന്നേ, ഇതിവിടെ ഇരിക്കട്ടെ. മോനും ഇതുപോലെ ഒരുപാട് മെഡൽ വാങ്ങിക്കണം കേട്ടോ. അതുകൊണ്ട് നല്ലോണം പഠിച്ചോളൂ. പപ്പ ഊണിന്റെ പരിപാടി നോക്കട്ടെ. പാത്രം പൊട്ടിയോ പപ്പ? ഏയ്, അത് എണ്ണ ചൂടാക്കാനായി ചീനച്ചട്ടി എടുത്തപ്പോ മോൻ അങ്ങോട്ട് ചെന്നിരുന്നേ. ഇപ്പൊ റെഡിയാവും. പപ്പ, എനിക്ക് ബുൾസൈ വേണം. ഓ, ആയിക്കോട്ടെ. ട്രിപ്പിൾ ബുൾസൈ അല്ലേ? ചട്ടു എവിടെ വെച്ചത്? ഞാൻ എടുത്തില്ലല്ലോ. അതെ, മോനെടുത്തില്ല, പക്ഷെ പപ്പ എടുത്തു. ഓർമ്മ വന്നു.
പ്ലേറ്റ് പ്ലേറ്റ് ഇനി നമുക്കിത് ഉള്ളിയും തേങ്ങ ഇട്ട് പൊരിച്ചെടുക്കാം. മോൻ നിൽക്കുമ്പോ പപ്പയുടെ കുക്കിംഗ് ആകെ കൺഫ്യൂഷൻ ആകും. പോ 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 പോ. യു ആർ ഫണ്ണി പപ്പ. ആഹാ, മോൻ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാത്തെ? ഉറങ്ങിക്കോ. അടുത്ത കൊല്ലത്തേക്ക് ഊട്ടിയിലെ ലൗഡേലിൽ മോനൊരു സീറ്റ് കിട്ടാൻ പപ്പ ശ്രമിക്കുകയാണ്. പിന്നെ സുഖമായി. ഊട്ടിയിലെ കാലാവസ്ഥയും പിന്നെ മോന്റെ ഇംഗ്ലീഷ് വളരെ വളരെ നന്നാവുകയും ചെയ്യും. മമ്മി പാവല്ലേ പപ്പ? പപ്പ പാവല്ലേ? മോന്റെ മമ്മിക്ക് എല്ലാവരും ഉണ്ട്. അപ്പനും അമ്മച്ചിയും ആങ്ങളമാരും ഒക്കെ. പപ്പയ്ക്ക് ആരാ ഉള്ളത്? പപ്പയുടെ അമ്മച്ചിയും സ്വർഗത്തിൽ പോയ പിന്നെ മോൻ മാത്രമല്ലേ ഉള്ളൂ പപ്പയ്ക്ക്. മോന്റെ മമ്മി അതൊന്നും ഓർത്തില്ലല്ലോ. സർവശക്തനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോൾ ഈ കുഞ്ഞിന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുറവുകളോ ഈ കുഞ്ഞിന്റെ കുറവുകളോ മാതാപിതാക്കളുടെ കുറവുകളോ കണക്കെടുക്കാതെ ഈ കുഞ്ഞിന്റെ രോഗത്തെ വിടുവിക്കണമേ കർത്താവേ. എല്ലാ രോഗങ്ങളെയും ഞങ്ങളിപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അവിടുത്തെ തിരുക്കരം നീട്ടി വിധിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നീ നിവർത്തിച്ചിരിക്കാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ മോനെ ചിരിപ്പിക്കരുത്, ഞാൻ സമ്മതിക്കില്ല. ആനി മാറ്. എന്ത് വൃത്തികേടാണ് നീ കാണിക്കുന്നേ? നിങ്ങൾ ചെയ്യുന്നതാ പാപം. മരുന്നും മന്ത്രവും നമ്മുടെ വിശ്വാസത്തിന് എതിരാണ്. വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ മോന്റെ രോഗം മാറുമെന്ന് വിശ്വാസം എനിക്കില്ല. എന്റെ യഹോവയെ, ആരെതിർത്താലും ശരി, എന്റെ മോനെ ഞാൻ ചികിത്സിക്കും. ക്ഷമിക്കണം ഡോക്ടർ, അവൾ പറയുന്ന കാര്യമാക്കണ്ട പ്ലീസ്. നീ ഒന്നും പറയണ്ട. സഭയിൽ ഉപദേശ പ്രസംഗം നടത്തുന്ന പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായി ജീവിക്കുന്ന നിന്നോടൊപ്പം എന്റെ മകൾ പൊറുക്കുന്നത് എനിക്കിഷ്ടമല്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടില്ലെന്ന് പറയുന്നത് വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. ഈ ഒരു കാരണം കൊണ്ട് എന്നെ വിട്ടു പോകാൻ കഴിയുന്ന അത്രയും നിസ്സാരമായ ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ എന്ന് എനിക്ക് തോന്നുമെങ്കിൽ ഞാൻ തടയുന്നില്ല. നിന്റെ മകനെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ നിനക്ക് അവകാശമുണ്ടെങ്കിൽ എന്റെ മകളെ എന്റെ വിശ്വാസത്തിനനുസരിച്ച് വളർത്താൻ എനിക്കും അവകാശമുണ്ട്. വാ മോളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോൻ ഇന്നലെ വന്ന? താനേതായാലും ജീപ്പും കൊണ്ടുവന്നത് നന്നായി. ഞാനിവനെ ബസ് കൊണ്ടുവിടണല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. സാറിന്റെ ഫോൺ കേടാണ്. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. ഞാൻ നോക്കിയില്ല. താൻ ഇത് കണ്ടോ? ബിജുമോന്റെ മാസപരീക്ഷയുടെ മാർക്ക് ലിസ്റ്റാ. ഇംഗ്ലീഷിന് 70%. ഇംഗ്ലീഷ് ഇവൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, വിത്ത് കറക്റ്റ് ആക്സെന്റ്. മോൻ അങ്കിളിനോട് കുറച്ചേരം ഇംഗ്ലീഷ് സംസാരിച്ചു കേക്കട്ടെ.
അല്ല അത് ഈ ഓടുന്ന ജീപ്പ് വെച്ച് അത് വേണോ സാർ? എങ്കിൽ ജീപ്പ് സൈഡാക്കി നിർത്തിക്കോളൂ. അത് ഞാനൊരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ വരാം സാർ. എടോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നല്ല ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷ് പോലെ ഇരിക്കും. സ്കൂളിലെ കോച്ചിങ് കൊണ്ടാണെന്ന് വിചാരിക്കണ്ട, ഇൻബോൺ ടേസ്റ്റ് ആണ്. ആ ടേസ്റ്റ് വികസിപ്പിക്കണമെങ്കിൽ ഈ നാട്ടിലെ സ്കൂൾ പോരാ, ഊട്ടിയിലെ ലൗഡയിൽ തന്നെ വിടണം. എൻ്റെ ഒരു ഡ്രീമാണ്. മോനെ, പപ്പ എത്ര രൂപ മുടക്കിയാ മോനെ പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? മന്ത്ലി ടെസ്റ്റിന് 70% ആണെങ്കിൽ ആനുവൽ എക്സാമിന് 100% വാങ്ങണം. ഓക്കെ? ഓക്കെ. അല്ല പപ്പയെ പോലെ ആകരുത്. ആ സാർ, ഞാൻ തിരക്കിട്ട് വന്നതേ ജയിൽ സൂപ്രണ്ട് വിളിച്ച കാര്യം പറയാനാ. ആ ഫോറിനർ ഉണ്ടല്ലോ ആൽബർട്ടോ, അയാൾക്ക് സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എന്നെയോ? എന്തിന്? അത് ജയിലിൽ ചെന്നാ അറിയാം. ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാനാവും. ഇവിടുത്തെ ഡ്രഗ് പുഷേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? എന്ത് കാര്യം? എടോ കള്ളക്കടത്തുകാരും മയക്കുമരുന്നുകാരും ഒക്കെ എവിടെയെങ്കിലും സമാധാനപരമായി ജീവിച്ചോട്ടെ. അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാനൊന്നും നമ്മൾ നോക്കണ്ട. ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്താൽ മതി നമ്മൾ. സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് എന്റെ കാര്യം. ഞാനിടുന്ന കാക്കയോട് എനിക്ക് കൂറുണ്ട് സാർ. ആരോ തള്ളിയിട്ട് കിണറ്റി വീണ സാറിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു, മെഡലും വാങ്ങി. കലികാലം എന്നല്ലാതെ എന്ത് പറയാൻ. എങ്ങനെയെങ്കിലും ഒരു സെൻസേഷണൽ കേസ് പിടിച്ചേ പറ്റും. അതാ എന്റെ സ്ഥിതി. പിടി പിടി. എന്റെ ഫോട്ടോ ഒരു പത്രത്തിൽ വന്നാൽ മതിയായിരുന്നു. അതിന് വഴിയുണ്ട്. എന്തു വഴി? ആത്മഹത്യ ചെയ്താൽ മതി. അപ്പൊ അടുത്ത ആഴ്ച വരാം കേട്ടോ. ബൈ പപ്പ. Bye. ബൈ അങ്കിൾ. ബൈ. സാർ ഈ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് ഞാൻ പറയും. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യം ഒരമ്മയുടെ സ്നേഹവും ലാളനയുമാണ്. ഒരു കോംപ്രമൈസിന് ശ്രമിച്ചൂടെ സാർ? ഞാൻ വിളിച്ചാൽ അവള് വരില്ലെടും. താൻ വണ്ടി എടുക്കും. അല്ല, സാർ വണ്ടി എടുത്തു, ഞാൻ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങണം. സാർ ജയിലിലേക്കല്ലേ? ഞാനോ? ഞാനെങ്ങുമില്ലേ സാർ, സൂപ്രണ്ട് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വിളിച്ച് പറഞ്ഞതാണ്. എന്നാ താനും കൂടെ വാ. ഞാനില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഐ ആം സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്ര and you are my subordinate. Obey my orders. വണ്ടി എടു. സാർ. Yes, I agree that I'm one of the members of the drug mafia. And you know very well that it is very powerful and notorious throughout the world. I want to get out of this. Tell me how much money you want in this matter. I'll arrange it. No, I don't want to help you. You can't buy me like that. Then don't forget one thing. You will have to face my people. What do you mean? They are capable of going to any extent. They will chop your bloody heads off. You bloody rascal, are you threatening us? കൊല്ലും ഞാൻ നായിന്റെ മോനെ. Easy, man. എടോ അവൻ പറഞ്ഞ പോലെ ആ മാഫിയക്കാരന്റെ തല വെട്ടു. ഓ, ചിലപ്പോ വെട്ടും സാർ. എന്തൊരു ചേർച്ച, ആദവും ഹൗവയും പോലെ. ഇത് നടന്നു കിട്ടിയാൽ നമ്മുടെ മോടെ ഭാഗ്യം. നടക്കൂടോ. ഓ, ഞാനും അവന്റെ അമ്മാവനും കൂടി കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാ. MBBS കഴിഞ്ഞാൽ എന്താ സുധിയുടെ പ്ലാൻ? ഹയർ സ്റ്റഡീസിന് വല്ലതും? ഒന്നും തീരുമാനിച്ചില്ല. കല്യാണം കഴിഞ്ഞാലും കുട്ടിക്ക് പഠിക്കാൻ മോഹമുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. എൻ്റെ ഒരു അമ്മാവൻ ലണ്ടനിലുണ്ട്, സൈക്കാട്രിസ്റ്റാ. ശ്രുതിക്ക് വേണമെങ്കിൽ അവരോടൊപ്പം താമസിക്കാം. പിന്നെ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചാൽ സ്കോട്ട്ലൻഡ് യാർഡിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് എനിക്കും അവിടെ എത്താം. എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം സാറ് തീരുമാനിച്ചാ മതി. ഗുഡ്. പക്ഷേ സാറെന്നുള്ള വിളിയുണ്ടല്ലോ, അത് നിർത്തണം. സജിത് കുമാർ. സജിയേട്ടാന്ന് വിളിച്ചോളൂ. ഓക്കെ? ശ്രുതി, പൂ ഇഷ്ടമല്ലേ? പൂവ് ഇതല്ല, പിന്നെ നന്ദുണി പൂവ്.